മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അതുപോലെ മറ്റു പല ധർമ്മങ്ങളിലും സ്വർഗമുണ്ട്. സ്വാമിജിയുടെ അഭിപ്രായത്തിൽ സ്വർഗമുണ്ടെന്നാണോ അതോ ഇല്ലെന്നാണോ? സ്വർഗമുണ്ട്, സ്വർഗമില്ലാണ്ടോ? സ്വർഗമില്ലെന്ന് എങ്ങനെ പറയാം? എന്നാ സ്വാമി സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു തരുമോ? എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല. എന്നോട് പല സന്ദർഭങ്ങളിൽ പലരും ചോദിച്ചിട്ടുണ്ട്, പലപ്പോഴും പല മറുപടി കൊടുത്തിട്ടുണ്ട്. അതിലൊരിക്കൽ ഒരമ്മ ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു. ചോദ്യം ഇതായിരുന്നു, സ്വാമിജി, സ്വാമി ഇത്രയൊക്കെ കേമായിട്ടൊക്കെ പല വിഷയങ്ങൾ പറഞ്ഞു, സ്വർഗത്തെക്കുറിച്ചത് പറഞ്ഞു തരുമോ? ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരാം, വളരെ വിശദമായി പറഞ്ഞു തരാം. പക്ഷേ 3 വ്യവസ്ഥ. ആദ്യത്തെ വ്യവസ്ഥ, അമ്മ മരിക്കണം. രണ്ടാമത്തെ വ്യവസ്ഥ, ഞാൻ മരിക്കണം. മൂന്നാമത്തെ വ്യവസ്ഥ, അതിനുശേഷം നമ്മൾ കണ്ടുമുട്ടണം. അല്ലാണ്ട് എനിക്കെങ്ങനെയാണ് സ്വർഗത്തെക്കുറിച്ച് പറയാൻ അറിയാം? എനിക്കറിയില്ല. അറിയാത്തതിനെ കുറിച്ച് ഞാൻ എങ്ങനെ പറയും? അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ച് പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, സ്വർഗത്തെക്കുറിച്ചുള്ള വർണ്ണന ഹൈന്ദവ പുരാണങ്ങളിൽ നിറയുണ്ട്. പലതരം സ്വർഗങ്ങളുണ്ട്. ഒരു ജാതി സ്വർഗമൊന്നുമല്ല. ഹിന്ദുക്കൾ സമ്പന്നന്മാരാണ്. എത്ര ജാതി സ്വർഗങ്ങളാണ്! എന്തൊക്കെയാ അവിടെ തിന്നാനും കുടിക്കാനും എന്നറിയോ വർണ്ണിച്ചിട്ടുള്ളത്? കുന്നുപോലെ ചോറ്, പലതരം അപ്പങ്ങൾ, പലഹാരങ്ങൾ, കറികൾ, ഉപ്പേരികൾ, സൂപ്പുകൾ, അത് ഇത്. പക്ഷേ പിന്നെന്താ സ്വാമി ഒരു പക്ഷേ? അവിടെ വിശപ്പും ദാഹവും ഉണ്ടാകില്ല. വിശപ്പും ദാഹവും ഇല്ലാത്ത ആൾക്ക് എന്തിനാ ഭക്ഷണം, എന്തിനാ വെള്ളം? കഷ്ടപ്പാടല്ലേ? ആലോചിച്ച് നോക്കൂ. പിന്നെ ഹിന്ദുക്കളുടെ സ്വർഗത്തിൽ ഈ ഇവരുണ്ടത്രേ, ഗന്ധർവന്മാർ പാട്ടുപാടാൻ, അപ്സരസുകളുണ്ടത്രേ നൃത്തം ചെയ്യാൻ. എന്തായിരിക്കും അതിൻ്റെയൊക്കെ ഒരു സുഖം ഇല്ലേ? എനിക്കറിയില്ല കേട്ടോ, വർണ്ണന വായിച്ചതായി പറയണത്. ഇതൊക്കെ ഇപ്പം ഇവിടെ തന്നെ ഉണ്ടല്ലേ, പിന്നെ അവിടെ പോണത് കാണാൻ? ഒന്നാലോചിച്ച് നോക്കൂ, ഇവിടെ എത്ര ഗന്ധർവന്മാർ നമുക്കുണ്ട്! എത്ര വലിയ വലിയ ഗായകന്മാർ നമുക്കുണ്ട്! ഞാൻ ഏറ്റവും മനസ്സുകൊണ്ട് ആദരിക്കൽ ആരാധിച്ചിരുന്ന ഗായകൻ വിട്ടുപോയി, ഡോക്ടർ ബാലമുരളീകൃഷ്ണ. അതുപോലെ യേശുദാസ് ഉണ്ട്, എത്ര പേരുണ്ട്, ജയചന്ദ്രനുണ്ട്, നമ്മളെ വിട്ടുപോയി. ഇപ്പം എത്ര ചെറുപ്പക്കാരുണ്ട്, നല്ല നല്ല ആൾക്കാർ. MG ശ്രീകുമാറുണ്ട്, ഉണ്ണികൃഷ്ണനുണ്ട്, എത്ര പേര്. നമ്മളെ ശങ്കരൻ നമ്പൂതിരി ഉണ്ട്, ഒരുപാട് പേര്. പേര് പറഞ്ഞാൽ പലതും വിട്ടുപോകും. ഇവരൊക്കെ മുമ്പ് പീലിയിലെയും അതുപോലെ ജാനകിയമ്മയും സുജാതയും സുശീലയും വാണിജ്യറാമും എത്രയുള്ളത് നമുക്ക്. പേര് പറയാൻ പോയി കഴിഞ്ഞാൽ മറന്നു പോവേ. ബ്രഹ്മാനന്ദനും, എത്ര എത്ര പേരാ. ഇതൊക്കെ ഇപ്പം അവിടെ പോകണം, ഇവിടെ പോരെ. ഡാൻസിൽ എത്ര വലിയ വലിയ ഡാൻസുകാരാ ഇവിടെ ഉള്ളത്. ഒയ്യോ, ഞാൻ കുറേ കാണുന്നുണ്ടായി. വലിയ വലിയ കേമന്മാരതൊക്കെ കണ്ടിട്ടുണ്ട് ഡാൻസ്. പക്ഷെ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ഡാൻസ് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങളോട് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. വലിയ വലിയ പ്രഗത്ഭന്മാരുടെ, ലോകപ്രസിദ്ധന്മാരുടെ ഡാൻസുകൾ കണ്ടിട്ടുണ്ട്, ലോകപ്രസിദ്ധന്മാരുടെ. അതൊക്കെ ആസ്വദിച്ചിട്ടുണ്ട് സന്തോഷപൂർവ്വം. പക്ഷേ ഒരിക്കലും മറക്കാത്തൊരു ഡാൻസ് നമ്മുടെ ഭഗവാൻ ശ്രീമദ് ആദി ശങ്കരാചാര്യസ്വാമികൾ, ഭഗവാൻ ഭാഷ്യകാരൻ്റെ ഗുരുപ്രാപ്തിയുടെ സ്ഥാനത്ത് ഓംകാരേശ്വരിൽ 108 അടിയുള്ള പ്രതിമ സ്ഥാപിക്കപ്പെട്ടു. ആ സന്ദർഭത്തിൽ അവിടെ വിശിഷ്ടങ്ങളായ വിവിധ ലോകരാജ്യങ്ങളിൽ നിന്ന് അടക്കം വന്ന പല പണ്ഡിതന്മാരും അടങ്ങുന്ന വലിയൊരു സദസ്സുണ്ടായിരുന്നു. ആ സദസ്സിൽ ഭാരതത്തിൻ്റെ സവിശേഷതകളെ വിളിച്ചോതുന്ന ഒരുപാട് നൃത്തങ്ങളുണ്ടായിരുന്നു, സംഗീതങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിലാണ് അവിടെ അനൗൺസ്മെൻ്റ് കേട്ടത്, അടുത്തതായി നമ്മുടെ ഏറ്റവും ബഹുമാന്യവും പ്രിയങ്കരിയുമായ പത്മവിഭൂഷൺ. ഇനി പത്മഭൂഷണാണോ എന്നറിയില്ല, വാക്കൊരു തെറ്റ്, ചെറിയ തെറ്റ് വന്നാൽ ക്ഷമിക്കുക. പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ നൃത്ത പരിപാടി ഉണ്ടാവും. അപ്പോൾ വലിയ സന്തോഷം. കാരണം പത്മ സുബ്രഹ്മണ്യത്തിനെ പറ്റി കേട്ട് 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 അറിയാം, കണ്ടിട്ടില്ല, അതുവരെ ഡാൻസ് കണ്ടിട്ടില്ല. അതിനൊരു ചാൻസ് ആണല്ലോ കിട്ടണത് എന്നാലോചിച്ചു. അങ്ങനെ വരുന്നുണ്ട് പത്മ സുബ്രഹ്മണ്യം. സാധാരണ ഒരു സാരിയും ഒരു ബ്ലൗസും, വേറെ ഒന്നുമില്ല. സാധാരണ ഒരു സാരിയും ഉണ്ട്, ഒരു ബ്ലൗസും ഉണ്ട്, വേറെ ഒന്നുമില്ല.
ഒരു മേക്കപ്പ് ഇല്ല, ഇല്ലാത്ത തലമുടി ഉണ്ടാക്കി കെട്ടിയിട്ടില്ല, ഉള്ള തലമുടി ചുരുട്ടി വെച്ച് കെട്ടിയിട്ടില്ല, ഒന്നുമില്ല. ഒരു പൂ പോലും ചൂടിയിട്ടില്ല, ഒരു കർണകുണ്ടലങ്ങൾ ഒന്നുമില്ല. നേരിട്ട് വന്നു, സാരി ഒന്നാണ്ട് പൊക്കിയിട്ട് ഇവിടെയാണ്ട് കൂട്ടി കെട്ടി. ഓ, എന്നിട്ട് അവിടുന്ന് ഒരു ഭരതനാട്യം കളിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ മറക്കില്ല. സാധാരണ സാരി, ഇതായി ഇവിടെ പലരും ഉടുത്ത സാരി, ഇവിടെ ഇപ്പോൾ സാരി കുറവാണ്, എന്നാലും പലരും ഉടുത്ത സാരി, അത്രയേ ഉള്ളൂ. അത് മറക്കാത്തതാണ്. അതൊക്കെ ഇവിടെ ഇല്ല, പിന്നെ എന്തിനാ അവിടെ പോയി കാണാൻ നിൽക്കുന്നത്? ഏതായാലും ഉണ്ട്, സ്വർഗമുണ്ട്, സ്വർഗമില്ല എന്നൊന്നും പറയണില്ല. നരകമുണ്ട്. നരകം പല ജാതി ഉണ്ട്, 24 28 നരകമുണ്ട് ഹിന്ദുക്കൾക്ക്. ഒരു നരകമല്ല. അതിൽ ഈ ഊരിപ്പിടിച്ച വാളിൻ്റെ നടുവിലൂടെ നടക്കണ നരകമൊക്കെ ഉണ്ട്, അസിപത്ര കാനനം. അതുണ്ട്. തമാശ പറയല്ല, മുഴുവൻ അസിപത്ര കാനനം. ഈ നിവർത്തി വെച്ച വാള് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഓടിക്കുക, തലമുടീൻ്റെ മുകളിൽ കൂടെ ഓടിക്കുക, അടിയിൽ തിളച്ച കഫം പിത്തം ഒക്കെ ആയിട്ട്, ഓ, പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ നീന്തിക്കുക, കുടിപ്പിക്കുക, എന്തൊക്കെയാ ഭഗവാനെ, ഒന്നും വയ്യ. ഇങ്ങനെയൊക്കെ ഉണ്ട്. മുസ്ലിങ്ങളുടെ സ്വർഗത്തിൽ ഭുജിക്കാനും ഭോഗിക്കാനുമുള്ള അന്നപാനാദികളും സ്ത്രീ ഇത്യാദികളും ഉണ്ടെന്ന് അവർ ഉറപ്പിച്ചു പറയുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അവിടെ ഒരു കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഈ സ്ത്രീകൾ പോയിട്ട് ഇപ്പം എന്താ അവിടെ കാര്യം? ഇവിടെ ഹിന്ദുവിൻ്റെ സ്വർഗ്ഗം എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ. എന്നെ പിടിച്ച് സ്വർഗത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലും ഞാൻ പറയും ഞാൻ ഇല്ല, ഞാൻ നരകത്തിലേക്കാണ്. കാരണം സ്വർഗ്ഗം അത്ര മോശമാണ്, അതുകൊണ്ടാണ്. എന്നാലും പോണോർക്കൊരു ഗുണമുണ്ട്. എന്താ വെച്ചാൽ അവിടെ ഗന്ധർവന്മാരുണ്ട്, അപ്സരസ്സുകളും ഉണ്ട്. പെണ്ണുങ്ങൾക്ക് ഗന്ധർവന്മാരുടെ കൂടെ കൂടാം, ആണുങ്ങൾക്ക് അപ്സരസ്സുകളുടെ കൂടെ കൂടാം. രണ്ടു പേർക്കും പൂർണ്ണമായി എൻജോയ് ചെയ്യാം. അതാണ്. പക്ഷെ മറ്റടുത്ത് പെണ്ണുങ്ങളേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ നമ്മളെ നാട്ടിലത്തെ പെണ്ണുങ്ങൾ അവിടെ പോയിട്ട് എന്താ ചെയ്യുക? പിന്നെ അവർക്ക് അവിടുത്തെ ആ ഒരു സ്ത്രീ ആവാന്ന് പറഞ്ഞാൽ 72 പേർക്കേ ചാൻസ് ഉള്ളൂ. അതല്ല, ഓരോരുത്തർക്കും 72 പേരുണ്ടാവും വെച്ചാൽ വിരോധം എല്ലാവർക്കും ഷെയർ ചെയ്ത് സുഖാനുഭവം നേടാം. അറിയില്ല അതെങ്ങനെയാണ്, അത് അതിൻ്റെ വ്യാഖ്യാനം ചെയ്യുന്നവരോട് ചോദിച്ചു നോക്കണം. എനിക്കറിയില്ല. ഹിന്ദുധർമ്മത്തിൽ വേദപ്രമാണം അനുസരിച്ച് സ്വർഗമില്ലേ? ഉണ്ടല്ലോ, സ്വർഗമുണ്ട്. ഉണ്ടെങ്കിൽ അതിനെ പ്രചരിപ്പിക്കുന്നത് കാണുന്നില്ല. എന്തുകൊണ്ടാണ്? അറിയാഞ്ഞതുകൊണ്ട്. പോയാലല്ലേ പ്രചരിപ്പിക്കാൻ പറ്റൂ. ഞാൻ പോയിട്ടില്ല, പോയി വന്നിട്ട് പറയാം. അപ്പം നമുക്ക് മുതലക്കുളം മൈതാനത്ത്, അപ്പം നിങ്ങളൊക്കെ പോയി വരണം. നമുക്ക് എല്ലാവർക്കും കൂടി അതിനൊരു ഗുണം കൂടിയുണ്ട് ആ ഒത്തുചേരലിന്. ഇതിനിപ്പോൾ കോർപ്പറേഷനിൽ ആദ്യം ബുക്ക് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെന്ത് വേണം വെച്ചാൽ, പിന്നെ നമ്മൾ കോർപ്പറേഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ കലക്ട്രേറ്റിൽ കൊടുക്കണം. കലക്ട്രേറ്റിൽ നിന്ന് അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അന്വേഷണം കഴിഞ്ഞ് NOC കിട്ടണം. ആ NOC നമ്മൾ കലക്ട്രേറ്റിൽ വീണ്ടും പോകും. അത് കഴിഞ്ഞാലേ പെർമിഷൻ കിട്ടുള്ളൂ. അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു വ്യവസ്ഥ. ഈ വ്യവസ്ഥ ഒന്നും വേണ്ട, നമുക്കൊന്ന് ഒത്തുകൂടാൻ ആരും കാണില്ല നമ്മളെ. ഇതൊരു സുഖമായിരിക്കും. ഞാനിങ്ങനെ അവിടെ ഇരിക്കുക, നിങ്ങളങ്ങനെ അവിടെ ഇരുന്ന് കേൾക്കുക. ഒന്ന് മനസ്സ് കണ്ടു നോക്കൂ. അന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് ചർച്ച ചെയ്യാൻ പോകണില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയപ്പെടുന്ന സ്വർഗം എന്താണ്? പോയി വന്നിട്ട് പറയാവുന്ന മറുപടി പ്രതീക്ഷിക്കുന്നില്ല. അതല്ലാണ്ട് എനിക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഞാൻ അനുഭവിക്കാത്ത വിഷയത്തെക്കുറിച്ച് ചോദിച്ചാൽ എന്ത് ഞാൻ പറയും? എന്തായാലും അവിടെ ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും ഉണ്ട്, അതെനിക്ക് ഉറപ്പാണ്. ഒരുപാട് സൂപ്പുകളുണ്ട്, സൂപ്പങ്ങൾ ഒരുപാട്. ഇത് സ്വാമി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, എഴുതിയത് വായിച്ചതാ. എഴുതിയോ മരിച്ച ആളാണോ? അതുമല്ല, ജീവിച്ച ആളാണ്. വ്യാസഭഗവാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് എഴുതിയത്. വ്യാസഭഗവാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് എഴുതിയത്, മരിച്ചിട്ടല്ല. ഋഷിമാരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ലോകത്തോട് ഉപദേശിച്ചവരാ. അതുകൊണ്ട് അവരുപദേശിച്ച സ്വർഗ നരകങ്ങളെക്കുറിച്ച് എനിക്ക് അശേഷം താല്പര്യമില്ല. ആവർത്തിച്ച് പറയുന്നു, ഋഷിമാർ തന്നെ ഉപദേശിച്ച സ്വർഗ നരകങ്ങളെക്കുറിച്ച് എനിക്ക് അശേഷം താല്പര്യമില്ല. അവരുപദേശിച്ച ഈ ലോക ജീവിതത്തെക്കുറിച്ച്, ഇവിടെ ധാർമ്മികമായി എങ്ങനെ ജീവിക്കാമെന്നതിനെക്കുറിച്ച്, ഇവിടെ ശാന്തിയിലേക്ക് എങ്ങനെ ഉയരാമെന്നതിനെക്കുറിച്ച്, ആ ശാന്തിയോടുകൂടി ചുറ്റുപാടെങ്ങനെ ശാന്തിയെ പ്രസരിപ്പിക്കാമെന്നതിനെക്കുറിച്ച് എനിക്ക് താല്പര്യമുണ്ട്. ഇതാണ് സത്യം. തുറന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് തുറക്കാൻ വയ്യ.